ബാബറി മസ്ജിദ് തകർത്ത ദിവസമായ ഡിസംബർ 6-ന് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ശൗര്യ ദിവസ് ആചരിക്കണമെന്ന രാജസ്ഥാൻ സർക്കാരിന്റെ ഉത്തരവ് പുറത്തിറങ്ങി 12 മണിക്കൂറിനുള്ളിൽ പിൻവലിച്ചത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. പുതിയ വിദ്യാഭ്യാസ മന്ത്രി മദൻ ദിലാവർ ചുമതലയേറ്റ ശേഷം പുറപ്പെടുവിക്കുന്ന വിവാദ ഉത്തരവുകളുടെ തുടർച്ചയായാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത്. ഔദ്യോഗികമായി പരീക്ഷാ തീയതികൾ കാരണമാണ് ഉത്തരവ് മാറ്റിവെച്ചതെന്ന് മന്ത്രി പ്രസ്താവിച്ചുവെങ്കിലും സർക്കാരിന്റെ പെട്ടെന്നുള്ള ഈ മലക്കം മറിച്ചിലിന് പിന്നിൽ തീവ്രമായ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്ന് നിരീക്ഷകപ്പെടുന്നു. ഡിസംബർ 6-ന് സ്കൂളുകളിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കാൻ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് സർക്കുലർ പുറത്തിറങ്ങിയതോടെ സംഭവം വാർത്താ ഏജൻസികളിൽ ഇടം നേടിയത്. രാമക്ഷേത്ര നിർമ്മാണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഉപന്യാസ മത്സരങ്ങൾ, ചിത്രരചനാ മത്സരങ്ങൾ, ദേശഭക്തി ഗാന മത്സരങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിക്കാനായിരുന്നു നിർദ്ദേശം. കൂടാതെ രാമജന്മഭൂമി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങളും ചരിത്ര വസ്തുതകൾ ഉൾക്കൊള്ളിച്ച പ്രഭാഷണങ്ങളും സംഘടിപ്പിക്കാനും ഈ ഉത്തരവിൽ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ഈ പരിപാടികളിലൂടെ വിദ്യാർത്ഥികൾ ദേശസ്നേഹവും ദേശീയ ഐക്യബോധവും വളർത്തുക എന്നതായിരുന്നു ലക്ഷ്യമെന്നും ഉത്തരവിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഉത്തരവ് പുറത്തുവന്ന മണിക്കൂറുകൾക്കകം തന്നെ ഇത് രാജ്യമെമ്പാടും വലിയ വിവാദമായി മാറി. ചരിത്രപരമായ ഒരു സംഭവത്തെ വർഗീയമായി വ്യാഖ്യാനിക്കുന്നു എന്ന ആരോപണം ഉയർത്തി പ്രതിപക്ഷ പാർട്ടികളും ന്യൂനപക്ഷ സംഘടനകളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണിതെന്നും അവർ വിമർശിച്ചു. ഈ രാഷ്ട്രീയ വിമർശനങ്ങളുടെ കൊടുമുടിയിലാണ് ഉത്തരവും പുറത്തിറങ്ങിയ കൃത്യം 12 മണിക്കൂറിനുള്ളിൽ ഇത് പിൻവലിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി മദൻ ദിലാവർ നിർദ്ദേശം നൽകിയത്. പെട്ടെന്നുള്ള ഈ പിൻവലിക്കൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അലംഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഉത്തരവിന്റെ ഉള്ളടക്കം കൃത്യമായി പരിശോധിക്കാതെയാണ് ഇറക്കിയത് എന്ന വിമർശനവും ഉയർന്നു. ഉത്തരവ് പിൻവലിക്കാൻ മന്ത്രി ഔദ്യോഗികമായി നൽകിയ വിശദീകരണം ശ്രദ്ധേയമാണ്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഡിസംബർ 5-6 തീയതികളിൽ പരീക്ഷകൾ നടക്കുന്നതിനാലാണ് ശൗര്യ ദിവസ് ആചരണം മാറ്റിവെക്കുന്നതെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ അറിയിച്ചു. പരീക്ഷാ തിരക്ക് കാരണം ഈ ദിവസങ്ങളിൽ മറ്റ് ആഘോഷങ്ങളോ പരിപാടികളോ നടത്താൻ സാധിക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എങ്കിലും ഈ വിശദീകരണം വെറും സാങ്കേതിക കാരണം മാത്രമാണെന്നും ബാബറി മസ്ജിദ് തകർത്ത ദിവസത്തെ ആഘോഷിക്കുന്നതിനെതിരെ ദേശീയതലത്തിൽ ഉയർന്ന വിമർശനങ്ങളിൽ നിന്ന് തടി ഊരാനാണ് സർക്കാർ ഈ പരീക്ഷ കാരണം മുന്നോട്ട് വെച്ചതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ശൗര്യ ദിവസ് എന്ന പേര് തന്നെ ഒരു പ്രത്യേക രാഷ്ട്രീയ ധാരയുടെ ആഘോഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു മതേതര രാജ്യത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഇത്തരം പരിപാടികൾ നടത്തുന്നത് ഭരണഘടനാപരമായ ചോദ്യങ്ങൾ ഉയർത്തുന്ന വിഷയമാണ്. ഉത്തരവിലെ രാഷ്ട്രീയ ഉള്ളടക്കമാണ് വിവാദങ്ങൾക്ക് പ്രധാന കാരണം. ഉത്തരവ് പിൻവലിച്ചെങ്കിലും ശൗര്യ ദിവസ് ആചരിക്കാനുള്ള തീരുമാനത്തെ മന്ത്രി ന്യായീകരിക്കുന്ന നിലപാട് തുടർന്നു. രാമൻ ഭാരതീയ സംസ്കാരത്തിന്റെ പ്രതീകമാണെന്നും രാമജന്മഭൂമി പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കുന്നത് കുട്ടികളിൽ ദേശസ്നേഹവും ദേശീയ ഐക്യബോധവും വളർത്തുമെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. രാമൻ ഒരു സാംസ്കാരിക ചിഹ്നമാണ് എന്ന കാഴ്ചപ്പാടിൽ ഊന്നിയാണ് മന്ത്രി തന്റെ ന്യായീകരണങ്ങൾ അവതരിപ്പിച്ചത്. എന്നാൽ ഡിസംബർ 6 എന്ന തീയതിയുടെ രാഷ്ട്രീയവും വർഗീയവുമായ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ ഈ ന്യായീകരണം നിലനിൽക്കുന്നതല്ലെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. വിദ്യാഭ്യാസ മന്ത്രി മദൻ ദിലാവർ ചുമതലയേറ്റ ശേഷം പുറത്തിറങ്ങുന്ന പല ഉത്തരവുകളും നേരത്തെയും വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മുൻപ് സർക്കാർ സ്കൂളുകളിലെ പ്രാർത്ഥനകൾ സംബന്ധിച്ചും പാഠ്യപദ്ധതി പരിഷ്കരണങ്ങളെക്കുറിച്ചും അദ്ദേഹം എടുത്ത നിലപാടുകൾ കടുത്ത എതിർപ്പുകൾ നേരിട്ടിരുന്നു. ഈ പുതിയ ശൗര്യ ദിവസ് ഉത്തരവും അതിനെ തുടർന്നുള്ള നാടകീയമായ പിൻവലിക്കലും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്ത് രാഷ്ട്രീയ ഇടപെടലുകൾ വർദ്ധിക്കുന്നു എന്നതിന്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. വിദ്യാഭ്യാസ മേഖലയെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് അക്കാദമിക നിലവാരത്തെ ദോഷകരമായി ബാധിക്കുമെന്നും ചില വിദ്യാഭ്യാസ വിദഗ്ധർ ആശങ്കപ്പെടുന്നു. സംസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചു. കുട്ടികൾക്കിടയിലെ വർഗീയത വളർത്താനുള്ള നീക്കമാണിതെന്നും ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരെയാണെന്നും അവർ ആരോപിച്ചു. അതേസമയം ചില ഹിന്ദുത്വ സംഘടനകൾ സർക്കാരിന്റെ ഈ പിൻവലിക്കൽ തീരുമാനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി. ശൗര്യ ദിവസ് ആചരിക്കുന്നത് രാജ്യസ്നേഹം വളർത്താൻ അത്യാവശ്യമാണെന്നും സർക്കാർ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുതെന്നും അവർ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ വകുപ്പ് ഉടൻ തന്നെ പുതുക്കിയ സർക്കുലർ പുറത്തിറക്കാനുള്ള സാധ്യതയുമുണ്ട്. പരീക്ഷകൾ അവസാനിച്ച ശേഷം ശൗര്യ ദിവസ് എന്ന പേര് ഒഴിവാക്കി രാമനുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പരിപാടികൾ സ്കൂളുകളിൽ സംഘടിപ്പിക്കാൻ സർക്കാർ ശ്രമിച്ചേക്കാം എന്നും റിപ്പോർട്ടുകളുണ്ട്. വിവാദപരമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും മണിക്കൂറുകൾക്കകം അത് പിൻവലിക്കുകയും ചെയ്യുന്നത് സർക്കാരിന്റെ തീരുമാനങ്ങളിലെ വ്യക്തത കുറവിനെയും ആശയക്കുഴപ്പങ്ങളെയും സൂചിപ്പിക്കുന്നു. ഇത് ഭരണപരമായ കാര്യക്ഷമതയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. രാജസ്ഥാനിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മാറ്റങ്ങൾ പലതും സാംസ്കാരിക ദേശീയതയ്ക്ക് ഊന്നൽ നൽകുന്നതാണ്. ഇതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോരാട്ടം വരും ദിവസങ്ങളിൽ ശക്തമാകാനാണ് സാധ്യത. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളുടെ വേദിയാക്കുന്നതിലെ അപകടം ചൂണ്ടിക്കാട്ടി ബുദ്ധിജീവികളും അക്കാദമിക സമൂഹവും ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചു. കുട്ടികളുടെ മനസ്സിൽ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ച് ആരോഗ്യകരമായ കാഴ്ചപ്പാടുകൾ വളർത്തേണ്ടതിന്റെ പ്രാധാന്യം അവർ എടുത്തു പറഞ്ഞു. മൊത്തത്തിൽ ഡിസംബർ 6 സ്കൂളുകളിൽ ശൗര്യ ദിവസ് ആചരിക്കാനുള്ള രാജസ്ഥാൻ സർക്കാരിന്റെ ഉത്തരവ് പുറത്തിറങ്ങുകയും പിൻവലിക്കുകയും ചെയ്ത സംഭവം വിദ്യാഭ്യാസ നയ രൂപീകരണത്തിലെ രാഷ്ട്രീയ ഇടപെടലുകളും അതിനെതിരെ ഉയരുന്ന സാമൂഹിക പ്രതിരോധവും എത്രത്തോളം ശക്തമാണെന്ന് തെളിയിക്കുന്നു.